ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പവർ പോയിന്റ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ സൈറ്റിൽ പോകാം. ഇതിപ്പോൾ എൻ്റെ ജിമെയിൽ അക്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വിൻഡോയിൽ നമുക്ക് അങ്ങനെ ഒരു പേജസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഒരു വീഡിയോ പ്ലസ് സൈൻ ക്രിയേറ്റ്. ക്ലിക്ക് ഓൺ ആൻഡ് അപ്ലോഡ് വീഡിയോ. ഇത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പ്രത്യേകിച്ച് പുതിയതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 1, 2, 3 പേർക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ അത് പ്രയോജനമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നേ ഉള്ളൂ. അറിയാവുന്നവരത് വീണ്ടും ഇതൊരു ബോറാണല്ലോ എന്ന് വെച്ച് വിഷമിക്കണ്ട. അറിയാവുന്നവരത് ചെയ്തു, അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നു മാത്രം. ഓക്കെ, സെലക്ട് ഫയൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു 1 മിനിറ്റ് താഴെയുള്ള ഒരു 1 മിനിറ്റിലും കുറവുള്ള ഒരു ചെറിയ സാമ്പിൾ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. സാമ്പിൾ വീഡിയോ ഓപ്പൺ. അല്ലെങ്കിൽ കുറേ സമയം എടുക്കുന്നതുകൊണ്ടേ ചെറിയൊരു വീഡിയോ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ അത് അതിലേക്ക് വന്നിട്ടുണ്ട് സാമ്പിൾ വീഡിയോ. ഇത് അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഇവിടെ കാണിക്കുന്നുണ്ട് 95% ആയി. സെയിം ടൈം ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യും. നേരത്തെ ആരെങ്കിലും ഇട്ട എന്തെങ്കിലും ആണോ അങ്ങനെയൊക്കെ നോക്കും. ഇതെല്ലാം നോക്കും. യൂട്യൂബ് അതൊക്കെ നോക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ആ സാമ്പിൾ വീഡിയോ അവിടെ വന്നു, അവിടെ എത്തിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കവിടെ ഇത് കോപ്പി ചെയ്യാം. ലിങ്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയൻസിന് ഇത് കിഡ്സിന് വേണ്ടിയിട്ടാണ്. അത് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് ക്ലിക്ക് ചെയ്യും. പക്ഷെ കുട്ടികൾക്കുള്ളതാണെങ്കിൽ ഒന്നും കൂടെ അത് ഇതിൽ പോകും. നമുക്കത് ഏജ് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ക്യാൻ ക്ലിക്ക് ഇറ്റ് ആസ് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് നമുക്ക് കൊടുക്കാം. വേറെ തംബ്നെയിൽ അതൊന്നും നമുക്ക് അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ടൈറ്റിൽ ആണെങ്കിൽ കറക്റ്റായിട്ട് ടോപ്പിക്കിൻ്റെ ഇവിടെ ചെയ്യുക. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നെക്സ്റ്റ് അടിക്കുക. അതുപോലെ എന്തെങ്കിലും കാർഡ്സ് പ്രൊമോട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. സിമ്പിൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം അവിടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ഇതായിട്ട് ചോദിക്കാം സേവ് ടു പബ്ലിഷ്. പ്രൈവറ്റ് ആയിട്ട് വേണോ, അൺലിസ്റ്റഡ് ആയിട്ട് വേണോ, പബ്ലിക് വേണോ? ഇതിപ്പം ഇതൊരു പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ലിങ്ക് ഉള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ കൊടുത്തു. എന്നിട്ട് സേവ്. സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണാം ഇപ്പോൾ ഇട്ട സാമ്പിൾ വീഡിയോ അതാണ് അവിടെ വന്നിട്ടുള്ളത്. അതൊക്കെ അവിടെ കാണാം. ഇത് മോഡൽ കോഴ്സിൻ്റെ ഫസ്റ്റിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പ്രൈവറ്റ് എന്നായിട്ട് മോഡൽ കോഴ്സിൻ്റെ ഞാൻ ചെയ്തപ്പോൾ പബ്ലിക് എന്നായിരുന്നിട്ട് അതുകൊണ്ടാണ് പബ്ലിക് എന്ന് പറഞ്ഞത് കിടക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത് പ്രൈവറ്റ് എന്നായിട്ട് ഇട്ടുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. ഓക്കെ, കമൻസ് കൊടുക്കാം. വ്യൂ ഓൺ യൂട്യൂബ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വേറെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് എ ഷെയറബിൾ ലിങ്ക്. നമ്മൾ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, അവിടെ നിന്നും ചെയ്യാം, ഇവിടെ നിന്ന് ചെയ്യാം. രണ്ടും നമ്മൾ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മളൊരു കോഴ്സിലേക്ക് കൊടുക്കുക? ഒന്നുമില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കോഴ്സ് ഇവിടെ കിടപ്പുണ്ട്. സെക്കൻഡ് ഇയർ ബിഫാം. അതിൽ ഒരു ടോപ്പിക് എടുക്കുന്നു. ഒരു ടോപ്പിക് എന്ത് ആഡ് ചെയ്യണമെങ്കിലും ആദ്യം ഫസ്റ്റ് ടേൺ നിറ്റിംഗ് ഓൺ. ഓക്കെ, എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ടേൺ നിറ്റിംഗ് ഓൺ ആണ് അത് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഇപ്പം നമുക്ക് ടോപ്പിക് 2-ലാണ് പിന്നെ അത് ഈ ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ക്യാൻ ക്ലിക്ക് ഇറ്റ് ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സസ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതായിട്ട് അതിൽ URL ആയിട്ട് അതിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു URL ആയിട്ട് കൊടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത് വന്നു. ആഡിങ് എ ന്യൂ URL ടു ദ ടോപ്പിക് 2. ഹെഡിങ് എന്തെങ്കിലും വേണം. ഇൻട്രോ മോഡിൽ വെറുതെ കൊടുക്കുന്നുള്ളേ ഉള്ളൂ. എക്സ്റ്റേണൽ URL നമ്മൾ ഓൾറെഡി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ചെയ്ത്.
എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കൊടുത്ത് then display description on the course page, click here, then save and return to the course. Save and return to the course. അപ്പോൾ ടോപ്പിക് 2വിനകത്ത് അത് വന്നിട്ടുണ്ട്. ഇൻട്രോ Moodle എന്ന് പറഞ്ഞ് വന്നു. എക്സ്ട്രാ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്, കാണുന്നുണ്ടോ എന്നറിയണ്ടേ. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് യൂട്യൂബിൻ്റെ അതെ ലിങ്കിലേക്ക് കറക്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ അത് ഓപ്പണായി വരുന്നുണ്ട്. കുറച്ച് നെറ്റ് ഇതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. സംഭവം പ്ലേ ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് അതിനകത്ത് വരുന്നുണ്ട്. ചെറിയൊരു ഒരു സെക്കൻഡല്ലേ ഉണ്ടായുള്ളൂ. തിരിച്ച് റിട്ടേൺ പോകുന്നു, തിരിച്ചിങ്ങ് പോകുന്നു. പിന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ കോപ്പി ചെയ്ത് വെച്ച് നമ്മൾ ഇതാണ് ചെയ്തത്. സെയിം വേ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ലിങ്ക് നിങ്ങളിപ്പോൾ സേ അബൌട്ട് നിങ്ങളിപ്പോൾ ഒരു മൂഡലിനെ കുറിച്ച് പഠിക്കുകയാണ്. നിങ്ങൾ മൂഡലിനെ പറ്റി കുറേ ഡൗട്ടുകൾ വന്നു. അപ്പോൾ നമുക്ക് ഓൺലൈൻ പോയാൽ ഇഷ്ടംപോലെ ഓൺലൈനിൻ്റെ ഇതിനകത്ത് കിട്ടും. ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെ FAQs എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പേജ് കൊള്ളാം, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തു. വെച്ച് നമ്മൾ ഇത് നമ്മുടെ കോഴ്സിലേക്ക് വന്നു. അപ്പോൾ പലരും ഈ FAQ പോലെ പല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരത് ഈ എക്സ്റ്റേണൽ ലിങ്കിൽ പോയിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ആഡ് ആക്ടിവിറ്റി ചെയ്യാൻ റിസോഴ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതൊരു എക്സ്റ്റേണൽ URL തന്നെയാണ്. സോ URL ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരും. ചിലപ്പോൾ അവിടെ ആഡ് എന്ന് കൊടുക്കേണ്ടി വരും. താഴെ ഒരു ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പം ഡയറക്റ്റ് വന്നു. ചിലപ്പം ചില സെറ്റിങ്സ് ചില വേർഷൻസിൽ നിങ്ങൾ എടുക്കുമ്പോൾ URL ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത ഏതാണോ അതിന് താഴെ ഒരു ആഡ് എന്നുള്ളൊരു ക്ലിക്കും കൂടെ ചെയ്യേണ്ടി വരും. ഇതിപ്പം ഡയറക്റ്റ് ഓപ്പൺ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ് എക്സ്റ്റേണൽ URL ആണ്, നമ്മളുണ്ടാക്കിയതല്ല. നമ്മുടെ എക്സ്റ്റേണൽ URL നെയിം എക്സ്റ്റേണൽ URL നമ്മളിവിടെ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. എന്തായിരുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, FAQ Moodle. ഓക്കെ, FAQ Moodle. Then save and description on the course page. Click here, save and return to the course. അപ്പോൾ അത് നമ്മളുണ്ടാക്കിയ വീഡിയോ നമ്മൾ ടോപ്പിക് 2 ആഡ് ചെയ്തു. ടോപ്പിക് 3 ഓൾറെഡി അവൈലബിൾ ആയ ഒരു എക്സ്റ്റേണൽ URL ഇട്ട് അതെന്താണെന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് FAQ Moodle. അതിലപ്പം നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെ അതിന് എക്സ്റ്റേണൽ സൈറ്റിലേക്ക് തന്നെ പോകും. അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് പേജിലേക്ക് പോകും. നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യാനും URL വീഡിയോ അല്ല യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതുപോലെ എക്സ്റ്റേണൽ URL അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത യൂട്യൂബിൻ്റെ URL ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആസ് എ ആക്ടിവിറ്റി ഓർ ആസ് എ റിസോഴ്സ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് പഠിക്കാനുള്ളൂ. ഫൈനലി ടേൺ എഡിറ്റിംഗ് ഓഫ്. ഓക്കെ, താങ്ക് യു.